ഹലോ എവരിവൺ, അക്ലോറയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇറ്റ്സ് മീ അനസ് കരീം. ഇന്ന് നമ്മൾ JLT കേട്ടറ്റിൽ ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം. ആദ്യത്തെ ഒരു ചോദ്യമാണ്, പൃഥ്വിരാജ് രാസോ മേ കിത്നെ ചന്ദ് ഹോത്തെ ഹൈ. അല്ലെ, പൃഥ്വിരാജ് രാസോ അറിയാം, എന്താണ് ചന്ദ് ബർദായ് എഴുതിയിട്ടുള്ള ആദ്യകാലിൽ വരുന്ന ഒരു കൃതിയാണ് പൃഥ്വിരാജ് രാസോ. അല്ലെ, അപ്പൊ അതില് എത്ര ചന്ദ് നമുക്കറിയാം അല്ലെ, കാവ്യശാസ്ത്രത്തിലൊക്കെ പഠിക്കുന്നതാണ് ചന്ദ് അല്ലെ, അലങ്കാര ചന്ദ് ഇതൊക്കെ നമുക്കറിയാം. അപ്പോ പൃഥ്വിരാജ് രാസോ ചന്ദ് ബർദായ് എഴുതുന്നു. അപ്പോ ഈ ഒരു കൃതിയുടെ ഇതിലാണ് രാംചന്ദ്ര ശുക്ല ഇദ്ദേഹത്തെ പ്രഥമ കവി എന്ന് വിളിച്ചത്. വീരഗാഥാകാൽ എന്ന പേര് രാംചന്ദ്ര ശുക്ല നൽകിയത് കാരണം വീരരസ പ്രധാൻ രചന എന്ന നിലയിലാണ്. അപ്പൊ ആദ്യകാലിൽ കൂടുതലും വീരരസ് പ്രധാൻ രചനകളാണ് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് രാംചന്ദ്ര ശുക്ല അത്തരം ഒരു പേര് നൽകിയത്. ഇനി നമുക്കിവിടെ എത്ര ചന്ദ് ഉണ്ട് എന്ന ചോദ്യത്തിലേക്ക് നോക്കാം. ഇവിടെ നോക്കാം, ഓപ്ഷൻസ് 4 ഉണ്ട്. എന്തൊക്കെയാണ്? ഓപ്ഷൻ എ എന്ന് പറയുമ്പോൾ 69, ഓപ്ഷൻ ബി എന്താണ് 1630 ചന്ദ് എന്ന് പറയുന്നു. അതുപോലെ ഓപ്ഷൻ സി എന്ന് പറയുമ്പോൾ 16,306, അതുപോലെ ഓപ്ഷൻ ഡി എന്ന് പറയുമ്പോൾ 163. അപ്പോൾ നിങ്ങൾ കൃത്യമായി നോക്കുക, ചന്ദ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ പൃഥ്വിരാജ് രാസോക്കെ സമയ എന്നൊരു ചോദ്യമുണ്ട് അല്ലെ, അതായത് അധ്യായങ്ങൾ. അപ്പോൾ 69 നോക്കുക, 69 അധ്യായങ്ങൾ ഉണ്ട് എന്ന് നമുക്കറിയാം. പക്ഷെ അതെന്താണ്? പൃഥ്വിരാജ് രാസോക്കെ സമയ അധ്യായങ്ങളാണ്. അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ചന്താണ്. അപ്പോൾ ഒന്നാമത്തെ ഓപ്ഷൻ അല്ല. ഇനി 1630. അപ്പോൾ പല പുസ്തകങ്ങളിലും ചന്ദ് 10,000-ലധികം ഉണ്ട് എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. കൃത്യമായ ഒരു കണക്ക് 1-2 പുസ്തകങ്ങളിലാണ് കാണാനായിട്ട് കഴിയുക. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ലോജിക്കായിട്ട് ചിന്തിക്കുക. 10,000-ന് മുകളിൽ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഈ 1630 വരുന്നില്ല. അപ്പൊ അതും തെറ്റായൊരു ഓപ്ഷനാണ്. ഇനി ഓപ്ഷൻ സി ആണെങ്കിൽ 16,306 ആണ്. അപ്പൊ അത് 10,000-ന് മുകളിൽ വരുന്നുണ്ട് അല്ലെ. അപ്പൊ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് അത് മാർക്ക് ചെയ്യാവുന്നതാണ്. അതേസമയം കൃത്യമായിട്ട് 10,306 ചന്ദ് ഉണ്ടെന്ന് ചില പുസ്തകങ്ങൾ പറയുന്നുമുണ്ട്. അപ്പോ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, 16,306. ഓക്കെ, രണ്ടാമത്തെ ഒരു ചോദ്യം എന്താണ്? കേശവദാസ് ദ്വാര രചിത് അലങ്കാർ സംബന്ധി രചന. അപ്പൊ കേശവദാസ് നിങ്ങൾക്കറിയാം, രീതികാൽ പ്രവർത്തക കവിയാണ്. രീതികാലിൽ വരുന്ന മഹാനായ കവിയാണ് കേശവദാസ്. അപ്പോൾ അദ്ദേഹം ഒരുപാട് രചനകൾ രചിച്ചിട്ടുണ്ട്. അപ്പൊ അതില് അലങ്കാർ സംബന്ധി, അലങ്കാറുമായി ബന്ധപ്പെട്ട രചന ഏതെന്നാണ് ചോദ്യം. അപ്പോ അതിന് നമുക്കിവിടെ ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻ എ എന്ന് പറയുന്നത് എന്താണ്? രസികപ്രിയ. ഓപ്ഷൻ ബി എന്ന് പറയുന്നത് എന്താണ്? വിജ്ഞാൻ ഗീത. ഓപ്ഷൻ സി എന്ന് പറയുന്നത് കവിപ്രിയ. ഓപ്ഷൻ ഡി രാംചന്ദ്രിക. അപ്പൊ ഇതില് എന്താണ് അലങ്കാർ സംബന്ധി രചന ഏതെന്നുള്ളതാണ് അല്ലെ. അപ്പൊ അലങ്കാര സംബന്ധി എന്ന് പറയുമ്പോൾ അലങ്കാരം അറിയാം അല്ലെ. അപ്പൊ അലങ്കാരത്തെ പറ്റിയുള്ള രചന. അപ്പൊ രസികപ്രിയയാണോ, വിജ്ഞാൻ ഗീതയാണോ, കവിപ്രിയയാണോ, രാംചന്ദ്രിക ആണോ എന്നുള്ളതാണ് ചോദ്യം. ഇവിടെ ഉത്തരം വരുന്നത് എന്താണ്? ഓപ്ഷൻ സി കവിപ്രിയയാണ്. അപ്പൊ കവിപ്രിയയാണ് കേശവദാസിന്റെ അലങ്കാർ സംബന്ധി രചന എന്ന രീതിയിൽ വരുന്നത്. ഈ രാംചന്ദ്രിക അദ്ദേഹത്തിന്റെ മഹാകാവ്യമാണ് അല്ലെ. അപ്പൊ രാമനെ പറ്റി എഴുതിയിട്ടുള്ള കേശവദാസിന്റെ മഹാകാവ്യാണ് എന്ത്? രാംചന്ദ്രിക എന്ന് പറയുന്നത്. അതുപോലെ രസികപ്രിയ, വിജ്ഞാൻ ഗീതയും അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട പുസ്തകങ്ങളാണ്. മറ്റൊരു ചോദ്യത്തിലേക്ക് പോകാം. മറ്റൊരു ചോദ്യമാണ്, കവിവചൻ സുധ പത്രികയ്ക്ക് സമ്പാദക്. അപ്പൊ നിങ്ങൾക്ക് പരിചിതമായ ഒരു പത്രികയാണ് കവിവചൻ സുധ എന്നുള്ളത്. ഇതിന്റെ എഡിറ്റർ ആര് എന്നതാണ് ചോദ്യം അല്ലെ. അപ്പൊ അത് ഉത്തരങ്ങൾ ഇവിടെയുണ്ട്, അതായത് ഓപ്ഷൻസ് ഇവിടെയുണ്ട്. അപ്പോൾ നോക്കാം. ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ജഗ്മോഹൻ സിംഗ് ആണ്. പന്ത് ജഗ്മോഹൻ സിംഗ് എന്നാണ്, പന്ത് അറിയാതെ കയറി വന്നതാണ്. അപ്പോൾ ജഗ്മോഹൻ സിംഗ് എന്ന് വായിക്കുക, ജഗ്മോഹൻ സിംഗ്. ഓപ്ഷൻ ബി അംബികാദത്ത് വ്യാസ്. ഓപ്ഷൻ സി ഭാരതേന്ദു ഹരിശ്ചന്ദ്ര. ഓപ്ഷൻ ഡി പ്രേംഖൻ. പ്രേംഖൻ എന്ന് പറയുന്നത് ബദരി നാരായൺ ചൗധരി പ്രേംഖണ്ണാണ്. അപ്പോൾ ജഗ്മോഹൻ സിംഗ്, അംബികാദത്ത് വ്യാസ്, ഭാരതേന്ദു ഹരിശ്ചന്ദ്ര, അതുപോലെ പ്രേംഖന്നാണ്. അപ്പൊ ഇതില് കവിവചൻ സുധ എഴുതിയത് ആര് അല്ലെ, അതായത് ആ പത്രികയുടെ സമ്പാദക ആരെന്നുള്ളതാണ് ചോദ്യം അല്ലെ. അപ്പൊ ഇവിടെ നോക്കുക, ഭാരതേന്ദു ഹരിശ്ചന്ദ്ര ആണ് അല്ലെ. അപ്പൊ ഭാരതേന്ദു ഹരിശ്ചന്ദ്രന്റെയാണ് കവിവചൻ സുധ. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ബാലാബോധിനിയുണ്ട്,
പിന്നെ എന്താണ് ഹരിശ്ചന്ദ്ര മാഗസിൻ ഉണ്ട്. അപ്പൊ ഈ 3 പത്രികകളാണ് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ളത് അല്ലെ, ഭാരതേന്ദു ഹരിശ്ചന്ദ്രൻ്റെതായിട്ടുള്ളത്. കവിവചൻ സുധ, ബാലാബോധിനി എന്താണ് സ്ത്രീകൾക്ക് വേണ്ടി ഇറങ്ങിയിട്ടുള്ള പ്രത്യേക ഒരു മാഗസിൻ ആണ്. അതുപോലെ എന്താണ് ഭാരതേന്ദു ഹരിശ്ചന്ദ്ര മാഗസിൻ ഉണ്ട്. അപ്പോൾ ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഭാരതേന്ദു ഹരിശ്ചന്ദ്ര എന്താണ് നമുക്കറിയാം, ആധുനിക് നാടക ജനക് എന്നും ആധുനിക് ഹിന്ദി സാഹിത്യക ജനക് എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന മഹാനായ കവിയും അതുപോലെ സാഹിത്യകാരനുമാണ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം അക്ലോറയിലെ പുതിയ JLTയുടെയും കേട്ടറ്റിന്റെയും ബാച്ച് ആരംഭിച്ചിട്ടുണ്ട്. അത് ആരംഭിക്കാൻ പോകുന്നുമുണ്ട്. അപ്പോൾ നിങ്ങൾ താല്പര്യപ്പെടുന്നവർ എന്ത് ചെയ്യുക, അക്ലോറയുടെ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ എന്താണ് എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് അതിൽ വിളിച്ചാൽ അറിയാൻ കഴിയും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ക്ലാസ്സിന് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൽ കോണ്ടാക്ട് ചെയ്യുക. കൂടുതൽ ഡീറ്റെയിൽസ് എല്ലാം അവർ പറഞ്ഞു തരുന്നതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്തൊരു ചോദ്യമാണ് ഗലത് പത്തേ കി ചിട്ടി. അപ്പോ ഗലത് പത്തേ കി ചിട്ടി കിസ്കാ കാവ്യ സംഗ്രഹ് ഹേ. അപ്പോൾ ഗലത് പത്തേ കി ചിട്ടി എന്നത് ആരുടെ പോയിട്രി കളക്ഷൻ എന്നുള്ളതാണ് അല്ലെ. അപ്പോൾ ഗലത് പത്തേ അല്ലെ, തെറ്റായ ലെറ്ററിന്റെ കത്ത് എന്ന രീതിയിൽ, അതായത് തെറ്റായ ഇലകളുണ്ടല്ലോ, തെറ്റായ ഇതുകൊണ്ടുള്ള എന്താണ് ലെറ്റർ ആണല്ലോ ചിട്ടി. നോക്കാം, ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. ഓപ്ഷൻ എ ഇന്ദു ജെയിൻ, ഓപ്ഷൻ ബി പ്രഭാ ഖേത്താൻ, ഓപ്ഷൻ സി അനാമിക, ഓപ്ഷൻ ഡി കാത്യായനി. അപ്പൊ ഈ 4 പേരില് ഗലത് പത്തേക്ക് ചിട്ടി എന്നത് ആരുടെ കളക്ഷൻ? ഇത് വളരെ പ്രശസ്തമായ ഒരു പോയട്രി കളക്ഷൻ ആണ്. അപ്പോൾ ഇതിന്റെ എന്താണ് ലേഖിക ആരെ എന്നുള്ളതാണ്. അപ്പൊ ഇത് ലേഡി റൈറ്റർ ആണ് അല്ലെ. ഇന്ദു ജെയിൻ ലേഡി റൈറ്റർ ആണ്. പ്രഭാ ഖേത്താൻ ഒരു നോവലിസ്റ്റ് ആണ് മെയിൻ ആയിട്ട്. പിന്നെ അനാമിക കാത്യായനി കവിയത്രിമാരാണ്. അതുപോലെ അനാമിക നോവലും എഴുതിയിട്ടുണ്ട്. ദസ് ദ്വാരയ്ക്ക് പിഞ്ചര എന്ന നോവല് അനാമികയുടേതാണ്. അതുപോലെ ഒരുപാട് ലേഖനങ്ങൾ സ്ത്രീ വിമർശയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ലേഖനങ്ങൾ എന്താണ് അനാമിക എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ എന്താണ് നോക്കാം, ശരിയായ ഉത്തരം വരുന്നത് എന്താണ്, അനാമിക തന്നെയാണ്. അപ്പോൾ ഗലത് പത്തേക്ക് ചിട്ടി ആരുടെ പോയട്രി കളക്ഷൻ ആണ്? അനാമികയുടെ പോയട്രി കളക്ഷൻ ആണ്. ഇനി കാത്യായനിയുടെ ഒരു പ്രധാനപ്പെട്ട കൃതികളാണ് ഇസ് പൗരുഷ് പൂർണ്ണ സമയമേ എന്ന പോയട്രി കളക്ഷൻ, വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ എന്താണ് നരകപതി ദുർഗപതിക്ക ഇതുമുണ്ട്, അതും വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ കാത്യായനിയുടെ ഏതാണ് ഇസ് പൗരുഷ് പൂർണ്ണ സമയമേ എന്ന കൃതി പ്രധാനപ്പെട്ടതാണ്. ഓക്കെ, അപ്പൊ നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യമാണ് സർവനാം സെ ബന്നെ വാലെ ഏക് ഭാവവാചക സംജ്ഞ. അപ്പൊ സർവനാമിൽ നിന്നുണ്ടാകുന്ന ഒരു ഭാവവാചക സംജ്ഞ അല്ലെ. അപ്പൊ സർവനാമം നമുക്കറിയാം അല്ലെ, ഏതൊക്കെ ഉണ്ടെന്ന് അറിയാം അല്ലെ. പുരുഷവാചകണ്ട് സർവനാം, അത് തന്നെ എന്താണ് ഉത്തം പുരുഷ്, മധ്യം പുരുഷ്, പിന്നെ എന്താണ് ഉത്തം പുരുഷ്, മധ്യം പുരുഷ ഉണ്ട് അല്ലെ. 3 ഉണ്ട് സർവനാം എന്ന് പറയുന്നത്. അതുപോലെ സംജ്ഞ നിങ്ങൾക്കറിയാം, വ്യക്തിവാചക സംജ്ഞ, ഭാവവാചക സംജ്ഞ ഉണ്ട്, ജാതിവാചക സംജ്ഞയുണ്ട്. അപ്പോൾ ഇവിടെ സർവനാമിന്റെ നിന്നുമുണ്ടാകുന്ന ഭാവവാചക സംജ്ഞ. അപ്പൊ ഭാവവാചക സംജ്ഞ ഇതിൽ നിന്നെല്ലാം ഉണ്ടാകുന്നുണ്ട്. സംജ്ഞയിൽ സർവനാമിൽ നിന്നുണ്ടാകുന്നുണ്ട്, ക്രിയയിൽ നിന്നും ഉണ്ടാകുന്നുണ്ട്, വിശേഷണത്തിൽ നിന്നും ഉണ്ടാകുന്നുണ്ട്. അപ്പൊ ഇവിടെ ചോദ്യം സർവനാമിൽ നിന്നും ഉണ്ടാകുന്ന ഭാവവാചക സംജ്ഞ ഏതെന്നുള്ളതാണ്. അപ്പൊ ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. റുലായി ഓപ്ഷൻ എ, സൗന്ദര്യ ഓപ്ഷൻ ബി, ഓപ്ഷൻ സി അഹങ്കാർ, ഓപ്ഷൻ ഡി ബച്പൻ. അപ്പൊ ഈ 4 ഏതാണ്, ഏത് സർവനാമിൽ നിന്നും ഉണ്ടാകുന്ന, അതായത് സർവനാമിൽ നിന്നുണ്ടാകുന്ന ഭാവവാചക സംജ്ഞ എന്നുള്ളതാണ്. അപ്പൊ രുലായി എന്ന് പറയുമ്പോൾ എന്താണ്, റോന എന്ന ക്രിയയിൽ നിന്നും ഉണ്ടായതാണ് റുലായി. റോന കരയുക, റുലായി കരച്ചിൽ. ഇനി സൗന്ദര്യം എന്ന ഒരു സംജ്ഞയായിട്ട് രൂപപ്പെട്ടിരിക്കുന്നു. ഭാവവാചക സംജ്ഞ ഉണ്ടായിട്ടുള്ളത് എന്താണ്, സർവനാമി എന്നാണോ? അല്ല, സുന്ദർ എന്ന വിശേഷണം നിന്നും ഉണ്ടായതാണ്. സുന്ദർ നിന്നും സൗന്ദര്യം ഉണ്ടായിരിക്കുന്നു. അതുപോലെ അഹങ്കാർ എന്നത് ഒരു സംജ്ഞയാണ്, ഭാവവാചക സംജ്ഞയാണ്. അത് അഹം എന്ന് പറയുമ്പോൾ ഖുദ് എന്നാണ് വരുന്നത്, അപ്ന എന്ന് വരുന്നു അർത്ഥം വരുന്നു. അപ്പോൾ അത് ഒരു സർവനാമാണ്, നിജവാചക് സർവനാം അല്ലെ. നിജവാചക് സർവനാമിൽ നിന്നുമാണ് അഹങ്കാർ എന്ന ഭാവവാചക സംജ്ഞ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ശരിയായ ഉത്തരം വരുന്നത് എന്താണ്, അഹങ്കാർ തന്നെയാണ്. ഇനി ബച്പൻ എന്നുള്ളതോ, ബച്പൻ എന്നത് കുട്ടിത്വം എന്ന ഇതാണ്. അപ്പൊ കുട്ടി എന്ന ഇതിൽ നിന്നും ഉണ്ടായിരിക്കുന്നു. അതെന്താണ്, ബച്ച എന്നത് എന്താണ്,
ജാതിവാചകസഞ്ജയാണ്. അപ്പൊ ജാതിവാചകസഞ്ജയിൽ നിന്നും എന്തുണ്ടായിരിക്കുന്നു? ഭാവവാചകസഞ്ജ ഉണ്ടായിരിക്കുന്നു. അപ്പോൾ നമുക്കറിയാം ജാതിവാചകസഞ്ജയിൽ നിന്നും ഉണ്ടാകുന്നു, ക്രിയയിൽ നിന്നും ഉണ്ടാകുന്നു, വിശേഷണത്തിൽ നിന്നും ഉണ്ടാകുന്നു, സർവനാമത്തിൽ നിന്നും ഉണ്ടാകുന്നു. എന്തുണ്ടാകുന്നു? ഭാവവാചകസഞ്ജ ഉണ്ടാകുന്നു. അപ്പൊ ഇവിടെ ശരിയായ ഉത്തരം എന്താണ്? അഹങ്കാരം എന്നുള്ളതാണ്. എന്താണ്? സർവനാമിൽ നിന്നും ഉണ്ടാകുന്ന ഭാവവാചകസഞ്ജ. അപ്പോ ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ഒരു ടോപ്പിക്കുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ഗുഡ് ബൈ.